മീഡിയം ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജാനകിയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടും അങ്ങോട്ട് തീരുന്നില്ല കേട്ടോ, ആ ഒരു കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല. എന്നിട്ട് നമ്മളെ നയനെ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തിയുടെ അമ്മ അമ്പലങ്ങൾ അത്രയും കയറി ഇറങ്ങും, മൂന്നാമത്തെ സന്തതിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നയന ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, അനി പലപ്പോഴായിട്ട് എന്തായാലും അവരെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഇനി എന്തെങ്കിലും കൈവശമൊക്കെ അവൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജയാണെങ്കിൽ പിന്നെ ജാനകി ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ട് പറയുന്നുണ്ടോ, നമ്മളിവിടെ മരുമോളായിട്ട് വന്ന് കയറാൻ യോഗ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അനാമിക മോക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള രണ്ടും വേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ നവ്യയും അഭിയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് നമ്മളെ നന്ദുവിനെ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനാമികയ്ക്ക് കുറച്ച് പക്വതക്കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അനിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് കാണിക്കുന്ന ഈ ഒഴിവുകേട് വേറൊരു പെണ്ണുങ്ങളും സഹിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മൾ അഭിയാണെങ്കിൽ നന്ദുവിനെ ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ അനിയും അനാമികയും വേറെ പിരിയാൻ മോളൊരു കാരണം ആവരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. നന്ദു ഒരുപാടൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയതല്ലായിരുന്നു, അപ്പോൾ വീണ്ടും പിറക്കി അനിയല്ലേ പോകുന്നത്. എന്നിട്ട് നമ്മളെ നന്ദു ഇങ്ങനെയൊക്കെ കേൾക്കണമെന്നൊക്കെ ഉള്ളൊരു വിഷമം നന്ദുവിൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.